ഹായ് ഗൈസ്, നമ്മളെ ജിസാനിലെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമ്മള് നേരെ അബയക്ക് പോകാനുള്ള പരിപാടിയിലാണ്. 3 മണിയാണ് നമ്മളെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. 3 മണി കഴിഞ്ഞിട്ട് ഈ കുരിപ്പാട് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനി ഏറ്റവും വലിയ ടാസ്ക് ആണ് ഈ ഡ്രസ്സും സാധനങ്ങളും പാക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മള് നേരെ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളെ സാധനങ്ങളൊക്കെ അങ്ങനെ വണ്ടിയിൽ കയറ്റി നമ്മള് ഹോട്ടലിനോട് ഒരു ആയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അബയക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് കോട്ട്. അങ്ങനെ 2020 പോയി നമ്മൾ ഓരോ കോട്ട് കൊടുത്ത് നമ്മള് നേരെ അബയക്ക് വണ്ടി കയറി. സെബിയിലെത്തിയപ്പോ അംദാന് ചായ കുടിച്ചണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബൂഫിയിൽ കയറി ഒരു ചായയും കുടിച്ച് ചായ വാങ്ങിയപ്പോ ചായക്ക് കടില്ല ഇറങ്ങാണ്ട് ഈ കുരിപ്പ് അംദാനെ ചങ്കുടിച്ച് നിൽക്കണം. അങ്ങനെ ഓന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ കമ്പം വാങ്ങാൻ വേണ്ടി വണ്ടി സൈഡാക്കി. ഇത് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഏത്? അല്ല, നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ അണ്ണാ? അളിയ തിന്നുന്ന അത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല. അതൊരു സത്യമുള്ള കാര്യം. സമയമില്ലാത്തോണ്ട് പിന്നെ കഴിച്ചോണ്ട് നമ്മള് നേരെ വണ്ടി വിട്ട് കുറച്ചുകൂടി മുന്നിക്ക് പോയപ്പോ വണ്ടിയിൽ എണ്ണ കമ്മിയായതുകൊണ്ട് ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു പമ്പ്. അങ്ങനെ പോരുന്ന വഴിക്ക് കണ്ട വേറൊരു സംഭവമാണ് ഇതെന്തോ എണ്ണ ആട്ട് എള്ളാട്ട് അങ്ങനെ എന്തോണ് പറഞ്ഞത്. ഇത് ശരിക്കും എന്താന്ന് എനിക്കും അറിയില്ല. അറിയണോലാരുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടി. ജിസാൻ ടു അബഹ റോഡ് സംഭവം അടിപൊളിയാണ്. പക്ഷെ രാത്രി ആയതുകൊണ്ട് കാണാനൊന്നുമില്ല. സ്ഥലങ്ങളൊക്കെ കാണാൻ ഇനി ആരെങ്കിലും ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ പകല് വരുന്നേക്കാരം നല്ലത്. രാത്രി വന്നിട്ട് ഒരു കാര്യമില്ല. പുറത്തൊന്നും കാണാനില്ലാത്തോണ്ടാണ് നമ്മൾ അക്ബറും സേതും മൊബൈലും കളിച്ചിരിക്കണേ. അല്ലെ എന്തേലൊക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അബഹയിൽ എത്തിയപ്പോ തന്നെ ഓരോരുത്തർ വാരി വലിച്ച് കൂട്ടിടൽ തുടങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ജിസാനിലെ ചൂടുന്ന് പെട്ടെന്ന് കയറിയതുകൊണ്ട് അറിയില്ല, അബഹയിൽ നല്ല തണുപ്പുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തി ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് റൂം സെറ്റ് ആക്കാനാണ്. ഫസ്റ്റ് വേണ്ടത് അതന്നെയാണ്. ഇവിടെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന റൂം ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മളെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ റൂമിൽ കയറി ചെന്നപ്പോ തന്നെ ഈ കുരുപ്പത്തെ ബെഡ് കയറി ചാടി കളിച്ചു. അങ്ങനെ റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സുകൾ കണ്ടു. അത് എടുത്ത് കണ്ട് നമ്മള് നേരെ ലോണ്ടറിക്ക് വിട്ട് വന്ന ആവേശമാണ് പോയി കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും നാളെ ആയിട്ട്. അപ്പൊ ഓക്കെ ബൈ.